അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഖസ്റജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുഎയുടെ മന്ത്രി. അദ്ദേഹം ഖസ്റജി കുടുംബമാണ്, അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായൊരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവ്വൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ വേൾഡിൽ അറിയപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ പാവനമായി, വളരെ ആധികാരികമായി പ്രബലമായ കുടുംബങ്ങളോ ഔദ്യോഗിക തലത്തിൽ ഗവൺമെന്റ് സംവിധാനത്തോടെയോ അത് സൂക്ഷിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ നിഷേധിക്കുന്നില്ല. അത് വല്ലാത്ത പുണ്യവുമുണ്ട്. എന്നാൽ അമീർ വൈസി പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചതുമില്ല. അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഞാൻ ആ പ്രസംഗത്തിൽ പങ്കെടുത്താളാ. ഖസ്റജിയുടെ വീട്ടിലെ ഒരു മുടിയുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അമീർ വൈസി. അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഖസ്റജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുഎയുടെ മന്ത്രി. അദ്ദേഹം ഖസ്റജി കുടുംബമാണ്, അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായൊരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവ്വൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ വേൾഡിൽ അറിയപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ പാവനമായി, വളരെ ആധികാരികമായി പ്രബലമായ കുടുംബങ്ങളോ ഔദ്യോഗിക തലത്തിൽ ഗവൺമെന്റ് സംവിധാനത്തോടെയോ അത് സൂക്ഷിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ നിഷേധിക്കുന്നില്ല. പുണ്യവുമുണ്ട്. അപ്പോ അദ്ദേഹം പറഞ്ഞ വാചകം വേൾഡിൽ അറിയപ്പെട്ടതാണ്, അവിടെ രേഖ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ നിലക്ക് പൂർണ്ണമായി സ്ഥിരപ്പെടുത്തി പറഞ്ഞ വാചകം. വേൾഡിൽ അറിയപ്പെടുന്ന തവാത്തുർ കൊണ്ട് അറിയപ്പെട്ടതാണെന്നില്ല. വേൾഡിൽ അറിയപ്പെടാൻ തവാത്തുറാണ്. പിന്നെ സെനത്തിൽ ചോദിക്കേണ്ടതില്ല. സെനത് ചോദിക്കാൻ തന്നെ പറ്റില്ല. കാരണം തവാത്തുറായിട്ട് അറിയപ്പെട്ട സംഗതി. ഉദാഹരണത്തിന് അമേരിക്ക ഉണ്ട്, എന്താ സെനത്? സെനത്തിന്റെ ആവശ്യമില്ല, അറിയപ്പെട്ട സംഗതി. ഇപ്പൊ ഒരാള് ഡൽഹി ഉണ്ട്, എന്താ സെനത്തിൽ? സെനത്തിന്റെ ആവശ്യമില്ല. ആ നിലക്ക് അറിയപ്പെട്ട സംഗതി, വേൾഡിൽ അറിയപ്പെട്ട സംഗതിയാണ്. രേഖ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് അയാൾ പറയും. അതേ മനുഷ്യനാണ് അത് ഖസ്റജിയുടെ മകൻ കാന്തപുരം ഉസ്താദിന് കൈമാറി എന്ന് കേൾക്കുമ്പോ ഉടനെ അയാളും അയാൾക്ക് കള്ളസാക്ഷി പറയുന്ന കാസിനെയും ഒക്കെ നിഷേധിക്കുന്നു. അപ്പൊ ഇത് അസൂയ കൊണ്ടല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ്? ഏത് മനുഷ്യനും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് അസൂയുണ്ട്. ഒരു സംശയത്തിന് അവകാശം അസൂയ മാത്രമാണ്. നമ്മുടെ സഹോദര സംഘടനയായ അപ്പുറത്തെ സമസ്തയും അതൊക്കെ വിശ്വസിച്ച് എത്രയോ മുഅ്മിനീങ്ങൾ, നല്ല മനസ്സുള്ളവർ, അതിനെ സഹായിക്കുന്നവരും അതുപോലെ പ്രവർത്തിക്കുന്നവരും ഒക്കെ ഉണ്ടാകാം. അത്തരം ആളുകൾക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഒരായത്ത് ഞാൻ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പൊ എന്താ ഖാസിം പറഞ്ഞത് നിങ്ങൾ കേട്ടു. ഹമീദ് ഫൈസി പറ്റിച്ചതാണ്. എന്തെന്നാ പറഞ്ഞ് പറ്റിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ലാത്ത ഒരു മുടിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി വേൾഡിൽ അറിയപ്പെട്ടത്, രേഖ സൂക്ഷിച്ചത് എന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞ് പറ്റിച്ചു. ഇപ്പോൾ കാന്തപുരത്തിന്റെ കയ്യിലെത്തിയപ്പോൾ അത് ഞങ്ങൾ പറ്റിച്ചതാണ് എന്ന് വ്യക്തമായിട്ട് പറയാം. അപ്പൊ ഇവർ കളിക്കുന്നത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടല്ലേ കളിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം കൊണ്ടല്ലേ കളിക്കുന്നത്? ദീന് കൊണ്ടല്ലേ കളിക്കുന്നതും പറ്റിക്കുന്നതും? ദീനല്ലേ ഇത്? ദീന് കൊണ്ടല്ലേ ഈ വഞ്ചന നടത്തുന്നത്? അത് അവരെന്നെ സമ്മതിക്കില്ലേ? അപ്പോ വാസ്തവത്തിൽ ഈ കൊണ്ടുവന്ന മുടി വലിയ ബർക്കത്തുള്ള മുടിയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇവരുടെ ഇത്തരം കള്ളസാക്ഷികളും ഇവരുടെ വാക്കുമാറ്റലും സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ആ മുടി കാരണമായി എന്നതാണ്. ഈ മുടിന്റെ വലിയ ബർക്കത്താണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വദരില്ലദീന ഇത്തഖദൂ ദീനഹും ലഇബൻ വലഹുവൻ
വഗറത്തുഹുൽ ഹയാത്തുദ് ദുനിയ, ദീനിനെ കളിയും തമാശയും ആക്കി മാറ്റിയിട്ടുള്ള കക്ഷികളെ കൈയൊഴിക്കണം. വഗറത്തുഹുൽ ഹയാത്തുദ് ദുനിയ, അവര് ദുനിയാവിന്റെ ജീവിതം ചതിച്ചു കളഞ്ഞിരിക്കുന്നു. ഖുർആൻ. എന്നിട്ട് ശേഷം അത്തരം കക്ഷികളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു, വദക്കിർ ബിഹി അൻ തുബ്സല നഫ്സും ബിമാ കസബത് ലൈസ ലഹാ മിൻ ദൂനില്ലാഹി വലിയ്യുൻ വലാ ശഫീഉൻ വഇൻ തഅദിൽ കുല്ല അദിലിൻ ലാ യുഖദ് മിൻഹാ ഉലൈക അല്ലദീന ഉബ്സിലൂ ബിമാ കസബൂ ലഹും ശറാബുൻ മിൻ ഹമീമിൻ വഅദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ഫുറൂൻ. അത്തരം കക്ഷികളെ കൈയൊഴിക്കണം, അവരെ ദുനിയാവ് ചതിയിൽപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയാണ്. ദുനിയാവ് ചതിയിൽപ്പെടുത്തി എന്ന സ്ഥലത്ത് ഇവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു അവരെങ്ങനെ ദുനിയാവിന്റെ ചതിയിൽപ്പെട്ടത് എന്ന് വിശദീകരിക്കുന്നുണ്ട് ഈ ആയത്തിന്റെ തഫ്സീർ. എങ്ങനെയാ അവർ ദുനിയാവിന്റെ ചതിയിൽപ്പെട്ടത്? അത് വളരെ അർത്ഥവത്തായ വിശദീകരണം. കണ്ടാ തോന്നും ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവരെ പറ്റി തന്നെ എഴുതിയതാണോ തോന്നും. ആ നിലക്കാണ് വിശദീകരണം. കേട്ടോളി. അള്ളാഹിന്റെ ദീനിനെ സഹായിക്കുന്നവരാര് എന്ന വിശദീകരണം. അന്നൽ മുഹഖ്ഖിഖ ഫിദ്ദീനി, ദീനിന്റെ കാര്യത്തിൽ ഹഖ് ഹഖായി മനസ്സിലാക്കി തെളിവ് സഹിതം പറയുന്ന ആളുകൾ, ഹുവല്ലദീ യൻസുറുദ്ദീന, അവരാണ് ദീനിനെ സഹായിക്കുന്നവർ. ലിഅജ്ലി അന്നഹു ഖാമദ് ദലീലു അന്നഹു ഹഖ്ഖുൻ വസിദ്ഖുൻ വസവാബ്, സത്യമാണ് ശരിയാണ് എന്നതിന് തെളിവ് കിട്ടിയതനുസരിച്ച് ദീനിനെ സഹായിക്കുന്നവർ, അത് ദീനിന്റെ കാര്യം തെളിവ് സഹിതം ഹഖായി പറയുന്നവരാണ്. ഫഅമ്മല്ലദീന യൻസുറൂനഹു, എന്നാൽ ദീനീ പ്രവർത്തനം നടത്തുന്ന ചില ആളുകൾ, ലിയതവസ്സലൂ ബിഹി, അതുകൊണ്ട് അവരുടെ ഉദ്ദേശം എന്താണ്? ഇലാ അഖ്ദിൽ മനാസിബി, സ്ഥാനമാനം കിട്ടാൻ വേണ്ടി ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, വരിയാസത്തി, നേതാവാകാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ, വഗലബത്തിൽ ഖസ്മി, എതിരാളിയെ നേരിടാൻ വേണ്ടി, എതിരാളിയെ ജയിക്കാൻ വേണ്ടി എന്തും പറഞ്ഞ് ദീനീ പ്രവർത്തനം നടത്തുന്നവർ, വജംഇൽ അംവാലി, അതുപോലെ ദീനീ പ്രവർത്തനത്തിലൂടെ പണം ശേഖരിച്ച് സ്വന്തത്തിൽ കൈപ്പറ്റണം എന്ന് മനസ്സിലാക്കി അങ്ങനെ ദീനീ പ്രവർത്തനം നടത്തുന്നവർ, ഫഹും നസറുദ്ദീന ലിദ്ദുനിയാ, അവര് ദുനിയാവിന് വേണ്ടി ദീനിനെ സഹായിച്ചവരാണ്. വഖദ് ഹഖമല്ലാഹു അലദ്ദുനിയാ, ദുനിയാവിനെ കുറിച്ച് അല്ലാഹു തീരുമാനം പറഞ്ഞു. ഫീ സായിരിൽ ആയാതി, മറ്റ് പല ആയത്തുകളിലും ബിഅന്നഹാ ലഇബുൻ വലഹുൻ, അത് ലഇബും ലഹുവുമാണെന്ന്. ഫൽ മുറാദു മിൻ ഖൗലിഹി, അപ്പോൾ അല്ലാഹു പറഞ്ഞല്ലോ, വദരില്ലദീന തഖദൂ ദീനഹും ലഇബൻ വലഹുവൻ എന്ന് പറഞ്ഞല്ലോ. ഹുവൽ ഇശാറതു, ആയത്ത് കൊണ്ട് ചൂണ്ടുന്നത് ഇലാ മൻ യതവസ്സലു ബിദീനിഹി ഇലാ ദുനിയാഹു, ദീൻ കൊണ്ട് ദുനിയാവിലെ നേതൃസ്ഥാനവും പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും അതുപോലെ തന്നെ ആദരവും ബഹുമാനവും അങ്ങനെ ദുനിയാവുണ്ടാക്കാൻ വേണ്ടി, ദുനിയാവിലെ സ്ഥാനമാനത്തിന് വേണ്ടി ദീനിന്റെ പ്രവർത്തനം ഉപയോഗിക്കുന്ന കക്ഷികളിലേക്കാണ് ഈ ചൂണ്ടൽ അല്ലാഹു ചൂണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ഇമാം റാസി പറയുന്നു, വഇദാ തഅമ്മൽത ഫീ ഹാലി അക്സരിൽ ഖൽഖി, ഒരുപാട് ആളുകളുടെ സ്വഭാവവും അവസ്ഥയും നിങ്ങൾ ചിന്തിച്ചാൽ, വജത്തഹും മൗസൂഫീന ബിഹാദിഹി സിഫത്തി, ഇതേ നിലവാരത്തിൽ അവരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. വദാഖിലീന തഹത ഹാദിഹിൽ ഹാലത്തി, ഈ അവസ്ഥയിൽ അവരും പ്രവേശിച്ചത് കാണും. ദീനിനെ കളി ലൈബും ലഹുമാൻ, ദുനിയാവിന്റെ സ്ഥാനമാനത്തിന് വേണ്ടി അത് അമീർ ഫൈസി പറ്റിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി അല്ലാത്ത ഒന്നിന് രേഖ സൂക്ഷിച്ചിട്ടുണ്ടെന്നും അത് വേൾഡിൽ അറിയപ്പെട്ടതാണെന്ന് പറഞ്ഞ് പറ്റിച്ചതാണെന്ന് പരസ്യമായിട്ട് പറയാണ് കാസിമി. അങ്ങനെയാണ് കാന്തപുരത്തിന് പറ്റിപ്പോയത്, പറ്റിച്ചതാണ്. ഇതല്ലേ ദീൻ കളിയാക്കൽ, ഇതല്ലേ ദീൻ തമാശയാക്കൽ. അവരെ പറ്റി അല്ലാഹു പറയാണ്, അത്തരം കക്ഷികളെ പറ്റി അവരുമായി നിങ്ങൾ വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, വദക്കിർ ബിഹി, ഖുർആൻ ഓതിയിട്ട കക്ഷികൾക്ക് നിങ്ങൾ വഅദ് പറഞ്ഞു കൊടുക്കണേ. അൻ തുബ്സല നഫ്സും ബിമാ കസബത്,
എന്തുകൊണ്ട്? അവർ പ്രവർത്തിച്ച കാരണം കൊണ്ട് നാശത്തിലേക്ക് അവരുടെ ശരീരം ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ അവർക്ക് ഖുർആൻ ഓതി വഅദ് പറഞ്ഞു കൊടുക്കണം. ലൈസ ലഹാ മിൻ ദൂനില്ലാഹി വലിയ്യുൻ വലാ ശഫീഅ്, ഒരു സഹായിയും ഒരു ശുപാർശക്കാരനും അത്തരം കക്ഷികൾക്കില്ല. വഇൻ തഅദിൽ കുല്ല അദിലിൻ, പടച്ചവന്റെ കോടതിയിൽ വെച്ച് എന്ത് കൊടുത്താലും ലാ യുഖദ് മിൻഹാ, അവിടെ അത് സ്വീകരിച്ചിട്ട് ശിക്ഷയിൽ നിന്നുള്ള രക്ഷപ്പെടുത്തൂല. ഉലൈകല്ലദീന ഉബ്സിലൂ ബിമാ കസബൂ, അവരവർ പ്രവർത്തിച്ച കാരണം കൊണ്ട് ആ നിമിത്തം കൊണ്ട് പടച്ചവന്റെ ശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്നവരാണവർ. അവർക്ക് പുണ്യകേശം മുക്കിയ വെള്ളമല്ല, പുണ്യകേശം മുക്കിയ വെള്ളം കുടിക്കാൻ അവർക്ക് കഴിയില്ല. അവർക്ക് ലഹും ശറാബും മിൻ ഹമീം, അവർക്ക് ഹമീമാകുന്ന നരകത്തിലെ ചൂടുള്ള വെള്ളം കുടിക്കാനാണ് ഹതഭാഗ്യമുണ്ടായത്. പിന്നെയോ അദാബുൻ അലീമും ബിമാ കാനൂ യക്ഫുറൂൻ, സത്യത്തെ നിഷേധിച്ച കാരണം കൊണ്ട് അവർക്ക് കഠിനമായ ശിക്ഷയാണ് നബിയേ. സത്യമാണെന്ന് ശരിക്കും ബോധ്യപ്പെട്ട് അത് പ്രഖ്യാപിച്ച് എന്നിട്ട് പിന്നീട് അത് നിഷേധിക്കുന്ന നിഷേധികൾ, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടിമുക്കിയ വെള്ളം കുടിക്കാൻ ഭാഗ്യം കിട്ടൂല. അല്ലാഹു തആല നന്നാക്കട്ടെ, തൗബ ചെയ്യാൻ അല്ലാഹു തആല ഭാഗ്യം കൊടുക്കട്ടെ.